ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് ഓർഡർ ചെയ്യുന്ന ഡിഷാണ് ചിക്കൻ 65, ബീഫ് 65 ഒക്കെ. അത് ഹോട്ടലിൽ അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയാലോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുപോലത്തെ 2 വലിയ പീസാണ് ഞാൻ എടുത്തത്. എല്ലാം ഒന്നും ഇല്ലാണ്ട് 2 വലിയ പീസാണ് എടുത്തത്. അത് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ 2 വലിയ പീസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് അതിനെക്കൊണ്ട് നല്ല വേവുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിന് മുന്നേ അതിൽ കുറച്ച് പൊടികൾ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, ബീഫ് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഞാൻ 5 വിസിലാണ് ഇവിടെ എടുത്തത്. ഓരോരുത്തരുടെ കുക്കറിൻ്റെ രീതി അനുസരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അധികമൊന്നുമില്ല. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഒരു ടീസ്പൂണും കൂടി മുളക് പൊടി ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി പച്ചമുളക് ഞാൻ അതുപോലെ തന്നെ ഇട്ടതാണ്, കട്ടൊന്നും ചെയ്യാണ്ട് അച്ചയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ടയും പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞ് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ച് കഴിഞ്ഞ ശേഷം ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ നമ്മുടെ ഇഷ്ടംപോലെ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഇതുപോലെ ഓരോ ബീഫിൻ്റെ പീസും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു ഏകദേശം നല്ല ബ്രൗൺ കളർ ആവണ്ട. ഏകദേശം അങ്ങനെ ആവശ്യത്തിന് വെന്തത് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.